ഹലോ നമസ്കാരം. ജാങ്കോ ഉപയോഗിച്ച് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മളെ വെബ് പേജിലേക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ നമുക്കൊരു അഡ്മിൻ പേജ് വേണം. അപ്പോൾ നമുക്കൊരു അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഡമ്മി ഡാറ്റാസ് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഡമ്മി ഡാറ്റാസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നതിനും വ്യത്യസ്തമായിട്ട് നമ്മളെ കമ്പ്യൂട്ടറിലുള്ള ഏതെങ്കിലും ഒരു ഫയലായിരിക്കും നമുക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതെന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു മോഡൽ ഒരു അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യും. മോഡലിൽ ഫയൽ അപ്ലോഡിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫയൽ അപ്ലോഡിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അഡ്മിൻ പേജ് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ വന്ന് പൈത്തൺ സ്പേസ് manage.py സ്പേസ് ക്രിയേറ്റ് സൂപ്പർ യൂസർ എന്ന് ചേർത്ത് കൊടുക്കുക. ക്രിയേറ്റ് സൂപ്പർ യൂസർ സ്പേസ് ഒന്നും ഇടാതെ നേരിട്ട് അടിച്ചു കൊടുക്കുക. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ വന്ന് CD എന്നിട്ടതിന് ശേഷം ബ്ലോക്ക് എന്നിട്ടതിന് ശേഷം നമ്മൾ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് കടന്നു. എന്നിട്ട് എഗെയിൻ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ടൈപ്പ് ചെയ്യുമ്പോഴും വീണ്ടും നമുക്കിവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് കുറച്ച് മോഡൽസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അതായത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഡാറ്റാബേസുകളൊക്കെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് പൈത്തൺ സ്പേസ് manage.py സ്പേസ് മേക്ക് മൈഗ്രേഷൻ എന്ന് ചേർത്ത് കൊടുക്കുക. മൈഗ്രേഷൻസ് എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മൈഗ്രേഷൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അപ്പോൾ ഇതിൽ പുതിയ ഡാറ്റാബേസും കാര്യങ്ങളൊന്നും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് നോ ചേഞ്ച് ഡിക്റ്റേറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് മൈഗ്രേറ്റ് എന്നും കൂടി ചേർത്ത് കൊടുക്കുക. മൈഗ്രേറ്റ് എന്ന് ചേർത്ത് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാബേസുകളും മോഡലുകളൊക്കെ നമുക്കിതിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് സൂപ്പർ യൂസർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളോട് ഇവിടെ പറയുന്നത് നമ്മളെ അഡ്മിൻ്റെ പേജ് നമ്മളെ യൂസർ നെയിം എന്താണോ വേണ്ടത് അതാണ് ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. നമ്മളിവിടെ പ്രത്യേകിച്ച് പേരൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ HP എന്നായിരിക്കും വരിക. നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിൻ എന്ന് പേര് കൊടുക്കാം. അഡ്മിൻ്റെ ഇമെയിൽ ID നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ടൊരു താൽക്കാലികമായിട്ടുള്ളൊരു ഇമെയിൽ ID ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. ഞാനത് 123 എന്ന് ചേർത്തു. എഗെയിൻ ആ പാസ്വേഡ് ഒന്നുകൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് ഇപ്പോൾ പാസ്വേഡ് എന്ന് പറയുന്നത് സോർട്ടാണ്. അതിൽ വെറും നമ്പേഴ്സ് മാത്രമാണ് വരുന്നത്. മിനിമം 8 അക്ഷരം വേണം. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന പാസ്വേഡാണ്. വെറും നമ്പേഴ്സാണ് എൻ്റർ ചെയ്തിരിക്കണേ എന്നുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, Y എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കാം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ വന്ന് അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്യണില്ല, കയറണമൊന്നുമില്ല. നമുക്ക് ആ അഡ്മിൻ പേജ് അവിടെ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് നമ്മുടെ ആപ്സിൽ പോവുക. ആപ്സിൻ്റെ ഉള്ളിൽ മോഡൽ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് നമുക്ക് എന്ത് പേരിലാണോ മോഡൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ മോഡലിൻ്റെ പേര് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത് പോസ്റ്റ് എന്നാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, model എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഒരു കോളൻ ഇട്ടു. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ടൈറ്റിലാണ് വേണ്ടത്. നമ്മൾ ബ്ലോഗ് ചെയ്യുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ടൈറ്റിലാണ് വേണ്ടത്. അത് നമുക്ക് എന്ത് ചെയ്യാം, char ഫീൽഡ്, അത് ക്യാരക്ടറിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് char ഫീൽഡ് കൊടുത്തു. മാക്സ് ലെങ്ത്ത്, നമുക്ക് മാക്സിമം എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാക്സ് ലെങ്ത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 100 ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്കിവിടെ വേണ്ടത് കണ്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കണ്ടൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടൻറ്റ് ഈക്വൽ ടു models ടെക്സ്റ്റ് ഫീൽഡാണ് കൊടുക്കുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച്
ലെങ്ത് ഒന്നും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നില്ല, ജസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡ് മാത്രമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഇമേജാണ്. ഇമേജ് നമുക്ക് നേരിട്ടല്ല, നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇമേജ് ഫീൽഡ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ടു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഏത് ഭാഗത്തേക്കാണോ നമുക്ക് ഈ ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടത് അതിവിടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇമേജ് എന്നുള്ള ഫോൾഡറിലേക്കാണ് ഇമേജസ് എന്ന ഫോൾഡറിലേക്കാണ് ഈ ഫയലുകൾ ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫയൽ ബ്ലാങ്ക് ആയിട്ട് കൊടുക്കാൻ പറ്റുമെന്നുള്ളതോടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ട്രൂ കൊടുക്കാം. ഇത് ബ്ലാങ്ക് ആയിട്ട് കൊടുക്കാൻ പറ്റാത്ത രൂപത്തിലായിട്ട് ഇവിടെ ഈ ബ്ലാങ്ക് ട്രൂ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ കോളം ഒഴിവാക്കിയിട്ട് നമുക്കൊരു ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഏത് സമയത്തേക്കാണോ നമുക്കിതിലേക്ക് ഈ പോസ്റ്റ് ആഡ് ചെയ്തത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ക്രിയേറ്റഡ് അറ്റ് എന്ന് ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് മോഡൽസ് ഡോട്ട്, അതിനുശേഷം ഡേറ്റ് ടൈം ഫീൽഡ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിത് അപ്ലോഡ് ചെയ്യുന്ന ആ സമയം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഓട്ടോ, അതിനുശേഷം നമ്മളിവിടെ വന്ന് നൗ, അതിനുശേഷം അണ്ടർസ്കോർ ആഡ് ഈക്വൽ ടു ട്രൂ എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ കറൻറ്റിൽ ഇപ്പോൾ ഏത് സമയമാണോ ഉള്ളത് അത് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു മോഡലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മോഡലിൻ്റെ പേര് പോസ്റ്റ് എന്നും, അതേപോലെ അതിലേക്ക് ആവശ്യമുള്ള ഫീൽഡ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഇമേജ് കൊടുത്തിട്ടുണ്ട്, ക്രിയേറ്റ് അറ്റഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ ടൈറ്റിൽ എന്നുള്ളത് ക്യാർ ഫീൽഡും, അതേപോലെ തന്നെ കണ്ടൻറ്റ് എന്നുള്ളത് ടെക്സ്റ്റ് ഫീൽഡും, അതേപോലെ തന്നെ ഫയൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജ് എന്നുള്ളത് നമ്മൾ ഇമേജ് ഫീൽഡും, ഏത് ഫോൾഡറിലേക്കാണോ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഭാഗം ഇവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഏത് സമയത്താണോ ഇത് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ടൈം എടുക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ് ടൈം ഫീൽഡിൽ ഓട്ടോ നൗ ആഡ് എന്നുള്ളത് ട്രൂ ആക്കി കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇതൊന്ന് മേക്ക് മൈഗ്രേഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്തു, എഗെയിൻ വീണ്ടും മേക്ക് മൈഗ്രേഷൻ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, നമുക്കിവിടെ വന്ന് പോസ്റ്റ് എന്നുള്ള പേരിലൊരു മോഡൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ പ്രത്യേകം മിസ്റ്റേക്ക് അല്ല, ചെറിയൊരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇമേജ് ഫീൽഡ് എന്നുള്ള കാര്യം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇമേജുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, പിപ്പ് ഇൻസ്റ്റാള് പിലോ എന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം പിപ്പ് ഇൻസ്റ്റാൾ, അതിനുശേഷം നമുക്കിവിടെ വന്ന് പിലോ, അതായത് ഇമേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാക്കേജ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാളായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത് ഇൻസ്റ്റാളായി. എഗെയിൻ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, മേക്ക് മൈഗ്രേഷൻ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ വന്ന് മോഡൽ, ഇവിടെ പോസ്റ്റ് എന്നുള്ള പേരിലൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ഡാറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് മൈഗ്രേറ്റ് എന്നും കൂടി ചേർത്ത് കൊടുത്ത് ആ ഡാറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അഡ്മിൻ പേജ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അഡ്മിൻ പേജ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഈ പ്രോജക്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇവിടെ വന്ന് റൺ സെർവർ വെച്ചിട്ട് നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ പ്രൊജക്റ്റ് റണ്ണായി വന്നു. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ പ്രൊജക്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അഡ്മിൻ പേജിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അഡ്രസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ലാഷ് ഇട്ടിട്ട് അഡ്മിൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ മതി. അഡ്മിൻ പേജിലേക്ക് കയറി നമ്മളെ യൂസർ നെയിം എന്നുള്ളത് ഇവിടെ വന്ന് അഡ്മിൻ ആണ്, അത് ചേർത്തു. പാസ്വേഡ് എന്നുള്ളത് 123 ആണ്. അപ്പോൾ അത് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു, അതിലേക്ക് കയറി. പക്ഷെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആ മോഡൽസുകളൊന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ ആ കൊടുത്ത മോഡൽ നമുക്കിവിടെ കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അഡ്മിൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, ആ പേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട കോഡുകൾ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട്, നമ്മൾ ആ മോഡലിൻ്റെ പേരെന്താണോ അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വന്ന് അഡ്മിൻ ഡോട്ട് സൈറ്റ് ഡോട്ട് രജിസ്റ്റർ, അതിനുശേഷം നമുക്ക് ആ മോഡലിൻ്റെ പേരെന്താണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിത് റൺ ചെയ്യിക്കുമ്പോൾ നോക്കൂ, നമ്മൾ ആ കൊടുത്ത ആ മോഡൽ നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ അഡ്മിൻ പേജിലേക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കൊരു ഫയൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് അഡ്മിൻ എന്ന ഭാഗം എടുത്തു, ആഡ് എന്നുള്ള ഭാഗം എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു ടൈറ്റിൽ കൊടുത്തു, ടെസ്റ്റ് എന്ന് കൊടുത്തു. ഞാനിവിടെ വന്ന് ടെസ്റ്റ്
കണ്ടൻ്റ് എന്നും ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഫയൽ നമുക്കിവിടുന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഫയലുകളൊക്കെ കുറവാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫയൽ നമുക്കിവിടുന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ടംബെയിനിൽ തന്നെ ഞാനിവിടുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുമ്പ് ചെയ്തു വെച്ചൊരു ഒരു തമ്പെയിലിന് ഇവിടുന്ന് എടുക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സേവ് ചെയ്തു. അപ്പോൾ നമ്മൾ ആ കൊടുത്ത ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. പക്ഷേ ആ ഡീറ്റെയിൽസ് നമ്മൾ ആ കൊടുത്ത ടൈറ്റിൽ എന്താണോ എന്ന് നമുക്കിവിടെ കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ആ ടൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡലിൽ പോയതിന് ശേഷം ഇതിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇതിൻ്റെ നേരെ താഴെയായിട്ട് നമുക്കിവിടെ വന്ന് ഒരു ഫംഗ്ഷന് കൂടി ഡിഫൈൻ ചെയ്യുക. ഡിഫ് _str അതിനുശേഷം വീണ്ടും അണ്ടർസ്കോർ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ സെൽഫ് എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കോളൻ, എന്നിട്ട് ഇവിടെ വന്ന് റിട്ടേൺ, അതിനുശേഷം ഇവിടെ വന്ന് സെൽഫ് എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ടൈറ്റിലാണ് അവിടെ ഡിസ്പ്ലേ അപ്പോൾ ആ ടൈറ്റിൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ടൈറ്റിൽ എന്താണോ അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. നമ്മളിപ്പോൾ കൊടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത് ടെസ്റ്റാണ്, അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു. നമ്മളിവിടെ കൊടുത്ത ആ ഫയൽ ഇവിടെ വന്ന് അപ്ലോഡ് ഇമേജസ് എന്നുള്ളതിലേക്ക് ആ ഇമേജ് ഇതിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ കറക്റ്റായിട്ട് ആ ഇമേജ് വന്നാൽ മാത്രമേ നമ്മൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരൂ. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ പോസ്റ്റ് ചെയ്ത ആ പോസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്ത ആ ഇമേജിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ കറക്റ്റ് ആ ഇമേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നാൽ മാത്രമേ നിങ്ങൾ കൊടുത്ത ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ളൂ, അതായത് നമ്മൾ ഇമേജ് കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ളൂ എന്ന് നമുക്കിവിടെ കാണിക്കുക. അപ്പോൾ ഇമേജ് കൊടുക്കുമ്പോൾ നമ്മളിതിലേക്ക് സെറ്റിങ്സിലും അതേപോലെ തന്നെ URLസും നമ്മൾ കുറച്ച് മാറ്റങ്ങൾ കൂടി വരുത്താനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്സിൽ പ്രൊജക്റ്റിൽ പോയിട്ട് സെറ്റിങ്സ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക മീഡിയ, അതിനുശേഷം അണ്ടർസ്കോർ റൂട്ട്, എന്നിട്ട് ഈക്വൽ ടു ബേസ് _dir ഡയറക്ടറി, എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു സ്ലാഷ് ഇടുക. അതിനുശേഷം സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ അപ്ലോഡ്സ് എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, മീഡിയ അണ്ടർസ്കോർ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് URL എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈക്വൽ ടു, അതിനുശേഷം സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഒരു സ്ലാഷ് ഇടുക. എന്നിട്ട് ഇവിടെ വന്ന് മീഡിയ എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആ സ്ലാഷ് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഇനി നമ്മൾ ഈ കൊടുത്ത മീഡിയ റൂട്ടും അതേപോലെ തന്നെ മീഡിയ URLും നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ മെയിൻ പ്രൊജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമ്മളിവിടെ വന്ന് ജസ്റ്റ് പ്ലസ് ഇടുക. അതിനുശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് പ്ലസ് ഇടുക. അതിനുശേഷം സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുക്കുക. ഈ സ്റ്റാറ്റിക് നമുക്കിതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റാറ്റിക് എന്നുള്ള ഭാഗം നമുക്കിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഫ്രം ജാങ്കോ, അതിനുശേഷം നമ്മളിവിടെ വന്ന് കോൺഫിഗ്, അതിനുശേഷം URLs, അതിനുശേഷം സ്റ്റാറ്റിക് എന്ന് ചേർത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഇമ്പോർട്ട്, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിക്. ഈ സ്റ്റാറ്റിക്കാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, സെറ്റിങ്സ്. അപ്പോൾ ഈ സെറ്റിങ്സും നമുക്കിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് വീണ്ടും ഇതിൻ്റെ താഴെയായിട്ട് ഫ്രം സ്പേസ് ജാങ്കോ ഡോട്ട്, അതിനുശേഷം കോൺഫ് എന്നതിൽ പോയതിന് ശേഷം ഇമ്പോർട്ട് സെറ്റിങ്സ്, അതുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റിങ്സ് എന്ന് ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡോട്ട് മീഡിയ, നമ്മളവിടെ കൊടുത്ത URLാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മീഡിയ URL എന്ന് ചേർത്തു. അതിനുശേഷം ഒരു കോമ ഇടുക. അതിനുശേഷം ഇവിടെ വന്ന് ഡോക്യുമെൻ്റ് അണ്ടർസ്കോർ റൂട്ട് എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഈക്വൽ ടു ഇടുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ സെറ്റിങ്സ് ഡോട്ട്, അതിനുശേഷം നമ്മളിവിടെ വന്ന് മീഡിയ അണ്ടർസ്കോർ റൂട്ട് എന്നും ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എഗെയിൻ ഇതൊന്നുകൂടി സേവ് ചെയ്യാം. പിന്നെ
ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നേരത്തെ കൊടുത്ത ആ ഇമേജ് എന്ത് ചെയ്യുക, ഇതിന്ന് ഒന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം എഗെയിൻ നമുക്കൊന്നുകൂടി ഫയൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എഗെയിൻ ആഡ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തു, ടൈറ്റിൽ നമുക്ക് എന്ത് ചെയ്തു, ടെസ്റ്റ് എന്ന് എഴുതി, കണ്ടൻറ്റ് എന്നുള്ളത് ഡെമോ കണ്ടൻറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഇമേജ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്തു. അപ്പോൾ എഗെയിൻ നമ്മളെ ഫയൽ ഇതിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഇനി ഈ ടെസ്റ്റ് എന്നുള്ള ലിങ്കിൽ പോയതിന് ശേഷം നമ്മളിവിടെ വന്ന് ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ ഇമേജ് ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ അത്രയും കൊടുത്താൽ ആ ഇമേജ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നാൽ നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. അപ്പോൾ ഈ ഇമേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത്. ഒന്ന്, നമ്മളിവിടെ വന്ന് സെറ്റിങ്സ് എന്നുള്ള ഫയലിൽ പോയതിന് ശേഷം ഓക്കെ സെറ്റിങ്സ് എന്ന ഫയലിൽ പോയതിന് ശേഷം ഈ 2 ലൈൻസും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് URLs എന്ന ഫയലിൽ പോയതിന് ശേഷം നമ്മളിവിടെ വന്ന് ഈ 2 ഹെഡർ ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ 2 ലൈൻസോ കോഡും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നിങ്ങളെ അഡ്മിൻ പേജിൽ അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഏതെങ്കിലും പുതിയ പേജ് മുമ്പ് ഫയലുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി എന്ത് ചെയ്യുക, ഫയലുകൾ അപ്ലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എങ്ങനെ നമുക്ക് ഒരു ഫയൽ അപ്ലോഡ് ക്രിയേറ്റ് ചെയ്യാം, ഫയൽ അപ്ലോഡ് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ കൂടുതൽ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.